എന്റെ വിദ്യാർത്ഥികളോട്, എന്റെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ നിങ്ങൾ തെരഞ്ഞെടുക്കാൻ പാടുള്ളൂ. വസ്തുക്കളോട് നോ പറയുവാൻ, ലഹരി വസ്തുക്കളോട് നോ പറയാൻ നമുക്ക് സാധിക്കണം. ഇത്തരം അപകടക്കെണികളുമായി ആരെങ്കിലും വന്നാൽ അവരോട് ഇല്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു അംറുബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ അബ്ദുല്ലാഹ് അലം ഉഖ്ബിർ അന്നക തസൂമുൻ നഹാർ വ തഖൂമുൽ ലൈൽ. അബ്ദുല്ല, ഞാൻ നിന്നെക്കുറിച്ച്, താങ്കളെക്കുറിച്ച് ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. താങ്കൾ എല്ലാ ദിവസവും പകൽ മുഴുവനും നോമ്പെടുക്കുകയും രാത്രി മുഴുവനും നമസ്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഖുൽതു ബലാ യാ റസൂലല്ലാഹ്. അദ്ദേഹം ഞാൻ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ പറഞ്ഞു, അതേ പ്രവാചകരെ, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫലാ തഫ്അൽ സും വ അഫ്തിർ. നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എല്ലാ ദിവസവും പകൽ മുഴുവനും നോമ്പെടുക്കുകയും എല്ലാ ദിവസവും രാത്രി ഉറങ്ങാതെ രാത്രി മുഴുവൻ നമസ്കരിക്കുകയും ചെയ്യരുത്. വഖും വനം. നീ എന്ത് ചെയ്യണം? നീ രാത്രി നമസ്കരിക്കണം, അതോടൊപ്പം തന്നെ ഉറങ്ങുകയും വേണം. മാത്രമല്ല സും വ അഫ്തിർ, നീ നോമ്പ് നോൽക്കണം, അതോടൊപ്പം തന്നെ നോമ്പ് മുറിക്കുകയും ചെയ്യണം. തുടർച്ചയായി പകൽ മുഴുവനും നോമ്പ് എടുക്കുന്നതിന് പകരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ച സമയത്ത് നോമ്പെടുക്കുകയും നിശ്ചയിച്ച ദിവസങ്ങളിൽ നോമ്പെടുക്കുകയും അല്ലാത്ത ദിവസങ്ങളിൽ നോമ്പ് ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയും വേണം. കാരണം തീർച്ചയായും നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട്. നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട്. അപ്പൊ നിന്റെ ശരീരത്തോടും നിന്റെ കുടുംബത്തോടും ഒക്കെ നിനക്ക് ബാധ്യതയുള്ളത് കൊണ്ട് തന്നെ രാത്രി സമയം ഉറങ്ങാതെ മുഴുവനായി നമസ്കരിക്കുന്ന, പകൽ സമയം എല്ലാ ദിവസവും മുഴുവനായി നോമ്പെടുക്കുന്ന രീതിയല്ല വേണ്ടത്. മറിച്ച് അതിൽ ഇടവേളകൾ ഉണ്ടാകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. അതോ ഈ ഹദീസ്, ഈ നബിവചനം വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ ഏതെങ്കിലും പ്രത്യേകമായി ഒരു സഹാബിയെ അല്ല, മറിച്ച് ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തോടുള്ള ബാധ്യത നമ്മൾ കൃത്യമായി നിറവേറ്റണം. നമ്മുടെ കുടുംബത്തോടുള്ള ബാധ്യത നമ്മൾ കൃത്യമായി നിറവേറ്റണം. നമ്മുടെ ശരീരത്തെ ഉറക്കം ഒഴിവാക്കി ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകാതെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന, ആവശ്യമായ ഭക്ഷണം ശരീരത്തിന് നൽകാതെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന, ശരീരത്തിന് ഹാനികരമായ വസ്തുക്കൾ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ട് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ നൽകിയിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഓരോരുത്തരുടെയും ശരീരത്തിലുണ്ട്. ഓരോരുത്തരും ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും അപകടകരമായ കാര്യമാണ് ഇസ്ലാം കണിശമായി എതിർത്തിട്ടുള്ള ലഹരി വസ്തുക്കൾ. ആ ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ലഹരി വസ്തുക്കൾ ശരീരത്തെ നശിപ്പിക്കുന്നു, മനസ്സിനെ നശിപ്പിക്കുന്നു, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു, നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ തകർത്ത് കളയുന്നു, നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ നശിപ്പിക്കുന്നു. ഇങ്ങനെ എല്ലാ നിലക്കും ഒരു ഉപകാരമുണ്ട് എന്ന് പോലും പറയാൻ കഴിയാത്ത മുഴുവനും ഉപദ്രവകാരിയായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തീർച്ചയായും ഇന്ന് സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമാണ് ഇന്ന് ഓരോ കുടുംബവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമാണ് ഇന്ന് മാതാപിതാക്കൾക്ക് സ്വസ്ഥമായി കുടുംബത്തിൽ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാതിരിക്കുന്നത്. തീർച്ചയായും
ഇസ്ലാം അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പരിശോധിച്ചു നോക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു സത്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 90-91 ആയത്തുകളിലൂടെ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. തീർച്ചയായും വിശ്വാസികളെ, ഇന്നമൽ ഖംർ വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ. തീർച്ചയായും മദ്യം, ചൂതാട്ടം, പ്രതിഷ്ഠ വെക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൈശാചികമായ പ്രവർത്തനങ്ങളാണ്. പിശാച് നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ട് നിങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇത്തരം ലഹരി വസ്തുക്കൾ, മദ്യം പോലുള്ള മാരകമായ കാര്യങ്ങൾ ഫജ്തനിബൂഹു, നിങ്ങൾ അതിനെ ഉപേക്ഷിക്കണം. നിങ്ങൾ അതിനെ ഉപേക്ഷിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം എന്ന് പറഞ്ഞാൽ, മദ്യം ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. ഈ ലോകത്തും പരലോകത്തും ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. കാരണം ഇതിലൂടെ, ഈ മദ്യത്തിലൂടെ, ചൂതാട്ടത്തിലൂടെ, ലഹരി വസ്തുക്കളിലൂടെ, ഇതിലൂടെയൊക്കെ പിശാച് ഉദ്ദേശിക്കുന്നത് ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യൂഖിഅ ബൈനകുമുൽ അദാവ വൽ ബഗ്ളാ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദുകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. ഈ മദ്യത്തിലൂടെ, ചൂതാട്ടത്തിലൂടെയൊക്കെ പിശാച് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്കിടയിൽ ശത്രുത വളർത്തിക്കൊണ്ടുവരും. നിങ്ങൾക്കിടയിൽ ശത്രുത കൊണ്ടുവരും. വെറുപ്പ്, വിദ്വേഷം നിങ്ങൾക്കിടയിൽ കൊണ്ടുവരും. അള്ളാഹുവിന്റെ ദിക്റുകളിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയും. നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയും. ഫഹൽ അൻതും മുൻതഹൂൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിരമിക്കാറായില്ലേ? അപ്പൊ എന്താണ് ഖുർആൻ പറഞ്ഞത്? ഈ കാര്യങ്ങൾ, മദ്യം ഉപയോഗിക്കുക വഴി മദ്യം നിങ്ങളുടെ സമാധാനത്തെ നശിപ്പിക്കും. നിങ്ങൾ മദ്യം ഉപയോഗിക്കുന്നവരാണോ, നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. പല ആളുകളും വിചാരിക്കുന്നത് മദ്യപിച്ചാൽ അവന് സമാധാനം കിട്ടുന്നതാണ്, ലഹരി ഉപയോഗിച്ചാൽ അവന് സമാധാനം കിട്ടുന്നതാണ്. മദ്യപിച്ച് നമ്മുടെ തെരുവുകളിലൂടെ നടക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടാൽ പറയാൻ കഴിയോ അയാൾ സമാധാനത്തോടു കൂടെയാണ് ജീവിക്കുന്നത് എന്ന്? മയക്കുമരുന്ന് ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകളെ കണ്ടാൽ പറയാൻ കഴിയുമോ അവരൊക്കെ സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ് എന്ന്? അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല. അവർക്ക് ആത്യന്തികമായ സമാധാനം കിട്ടില്ല. മാത്രമല്ല, നമസ്കാരം അവരെ നമസ്കാരത്തിൽ നിന്ന് തടയും. നമസ്കരിക്കാൻ അവർക്ക് കഴിയില്ല. നേരാം വണ്ണം എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ആളുകൾക്ക് എങ്ങനെ നിസ്കരിക്കാൻ കഴിയാ? ആ നമസ്കാരത്തെ കുറിച്ചുള്ള ഓർമ്മ എങ്ങനെ ഉണ്ടാകും? അവരുടെ ചിന്ത മുഴുവനും ഒന്നിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവർക്ക് എല്ലാ നിലക്കും അവരുടെ ശരീരത്തിന് പ്രശ്നമാണ്, അവരുടെ മനസ്സിന് പ്രശ്നമാണ്, അവരുടെ ചിന്തകൾക്ക് പ്രശ്നമാണ്. അവരുടെ ശരീരം നശിക്കുന്നതോടൊപ്പം അവരുടെ മാനസിക ആരോഗ്യവും ഇല്ലാതാകും ഈ മദ്യം ഉപയോഗിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഖംർ, ലഹരി ഉണ്ടാക്കുന്നതൊക്കെ ഖംറാണ്. ഏതൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ലഹരിയായി നൽകുന്നത് അതൊക്കെ ഖംറാണ്, മദ്യമാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന, നമ്മുടെ മനസ്സിനെ മതോന്മത്തരാക്കി മാറ്റുന്ന കാര്യങ്ങൾ അതെല്ലാം ഹറാമാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്. എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ അസ്കറ കസീറു ഫഖലീലുഹു ഹറാം. ഒരു വസ്തു ധാരാളമായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മത്ത് പിടിക്കുമോ, ലഹരി ബാധിക്കുമോ? അങ്ങനെയുള്ള വസ്തുക്കൾ അത് കുറച്ചുപയോഗിച്ചാലും അത് ഹറാമ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ, മദ്യം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ലഹരി ബാധിക്കുമെങ്കിൽ ആ മദ്യം ഒരു ഗ്ലാസോ അല്ലെങ്കിൽ 2 ഗ്ലാസോ കുടിക്കേണ്ടതില്ല. അതിൽ നിന്നൊരു തുള്ളി കുടിച്ചാലും അതും ഹറാമ് തന്നെയാണ്.
മയക്കുമരുന്നുകൾ വ്യത്യസ്ത പേരുകളിലൂടെ, വ്യത്യസ്ത രൂപത്തിലൂടെ, വ്യത്യസ്ത ഭാവത്തിലൂടെ ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിൽ വിശേഷിച്ചും ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കൾ, ആ ലഹരി വസ്തുക്കൾ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാൽ പ്രശ്നമുണ്ടാക്കുന്ന വസ്തുക്കളാണോ എങ്കിൽ അത് കുറച്ചുപയോഗിച്ചാലും അത് നിഷിദ്ധമാണ്, ഹറാമാണ്, അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. നമ്മുടെ നാടിന്റെ വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഇന്ന് ലഹരി വസ്തുക്കളാണ്. ലഹരി വസ്തുക്കൾ ഇന്ന് സമൂഹത്തിന് പ്രശ്നമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ മാറി നിൽക്കേണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് നിങ്ങൾക്ക് പ്രശ്നമാണ്. നിങ്ങളുടെ ഭൗതിക ജീവിതത്തിന്, ഐഹിക ജീവിതത്തിന് പ്രശ്നമാണ്. നിങ്ങളുടെ പാരത്രിക ജീവിതത്തിന് പ്രശ്നമാണ്. എന്തെല്ലാം രോഗങ്ങൾ! ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് മര്യാദക്ക് വർത്താനം പറയാൻ കഴിയുന്നില്ല. എപ്പോഴും വിഷാദമാണ്, എപ്പോഴും സങ്കടമാണ്. ഏത് സമയത്തും സങ്കടമാണ്. പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കാൻ അത്തരത്തിലുള്ള ആളുകൾക്ക് കഴിയില്ല. മനോവിഷാദം ബാധിച്ച ആളുകളായി മാറുന്നു ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ. ഡിപ്രഷനാണ്, അല്ലെ? എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ? മാനസികമായി എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയുമോ ഇത്തരം ആളുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്? അവരുടെ സംസാരത്തിൽ പ്രശ്നമുണ്ടാകും. അവരെ കണ്ടാൽ തന്നെ ഇവർ ഭ്രാന്തന്മാരാണോ എന്ന് സംശയിക്കും നമ്മൾ. ആ രൂപത്തിൽ അവരുടെ മുഖഭാവം തന്നെ മാറി വരുന്നു. അവരുടെ മനോനില മാറി വരുന്നു. ഒരു നോർമൽ അവസ്ഥയിൽ നിന്ന് അവർ തെറ്റിക്കൊണ്ടിരിക്കുന്നു. അത്തരം വിദ്യാർത്ഥികൾക്ക് ആ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പരീക്ഷയിൽ കൂടുതലൊന്നും വിജയിക്കാൻ കഴിയില്ല. കാരണം അവിടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എങ്ങനെയാണ് നേരായ രൂപത്തിൽ പരീക്ഷ എഴുതുകയാണെങ്കിൽ പഠിക്കാൻ പോലും കഴിയില്ല. കാരണം അവർക്ക് ഫോക്കസ് ലഭിക്കുന്നില്ല, ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. അവരുടെ ബന്ധങ്ങൾ പ്രശ്നമാകുന്നു. ഭാര്യയും ഭർത്താവും, മദ്യപിക്കുന്ന ഭർത്താവ്, ലഹരി ഉപയോഗിക്കുന്ന ഭർത്താവും ലഹരി ഉപയോഗിക്കാത്ത ഭാര്യയുമാണെങ്കിൽ അവരുടെ ബന്ധത്തിന് എന്ത് ഐശ്വര്യമായിരിക്കും, എന്ത് സമാധാനമായിരിക്കും അവിടെ ഉണ്ടാവുക? ആ വീടുകളിൽ വളർന്നു വരുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? കുട്ടികൾ എല്ലാ ദിവസവും കാണുന്നത് മാതാപിതാക്കൾ തമ്മിലുള്ള കലഹങ്ങളാണ്, മാതാപിതാക്കൾ തമ്മിലുള്ള അസഭ്യ വർഷങ്ങളാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടുകൊണ്ട് വളരുന്ന കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവന്റെ സംസ്കാരം എന്തായിരിക്കും? അവന്റെ സ്വഭാവം എന്തായിരിക്കും? വളരെ വ്യത്യസ്തമാണ്. എത്ര ബന്ധങ്ങളാണെന്നറിയുമോ ഈ രൂപത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നത്, തകർന്നു കഴിഞ്ഞത്, ഇപ്പോഴും തകർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാര്യയ്ക്ക് ഈ ഭർത്താവിനെ കൂട്ടി ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ കഴിയോ? ആളുകൾ ഒരുമിച്ചുകൂടി കൂട്ടത്തിലേക്ക് എന്റെ ഭർത്താവാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലാൻ കഴിയോ? ഏതെങ്കിലും പരിപാടികളിലേക്ക്, ഏതെങ്കിലും ഫംഗ്ഷനുകളിലേക്ക് മദ്യപിച്ച ഭർത്താവുമായി, ലഹരി ഉപയോഗിച്ച ഭർത്താവിനെ കൂട്ടിപ്പോയാൽ ആ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും? ഭാര്യ എന്നല്ല, ആർക്കാണ് ഇത്തരം ആളുകളെ പേറി നടക്കാൻ കഴിയുക? ഒരിക്കലും സാധ്യമല്ല. സമൂഹത്തിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു ബന്ധം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഈ ആളുകൾ മാറും എന്നുള്ളതാണ്. ഒരു ജോലിയിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. ജോലിയിൽ കൃത്യമായി സമയത്ത് ചെല്ലേണ്ടതുണ്ടാകും, അവിടെ കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടാകും. പക്ഷെ അത് ചെയ്യാൻ ഇവർക്ക് കഴിയുമോ? കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്ന് മാത്രമല്ല, നിരന്തരമായി തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തെല്ലാം കളവുകൾ ഇവർക്ക് പറയേണ്ടി വരുമെന്നറിയോ? ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കളവുകൾ ഉണ്ടാക്കും. ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കളവ് പറയേണ്ടി വരും. ഒരുപാട് തിന്മകൾ ഈ ആളുകൾക്ക് ചെയ്യേണ്ടി വരും. മദ്യത്തിന് അഡിക്റ്റഡായി, മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും അടിമകളായി ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ജീവിതത്തെ കാർന്ന് നശിപ്പിക്കുന്ന ഇത്തരം വസ്തുക്കളെ തിരിച്ചറിയാനും അത് ഉപേക്ഷിക്കുവാനും സഹോദരങ്ങളെ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഈ ലോകത്തും പരലോകത്തും കഷ്ടത്തിൽ തന്നെയായിരിക്കും. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചില ആളുകൾ പറയാണ്, ഞാൻ എന്തിനാണ് മദ്യപിച്ചത് എന്ന് ചോദിച്ചാൽ ലഹരി ഉപയോഗിച്ചത് എന്റെ കൂട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ കൂട്ടം കൂടിയിരിക്കുമ്പോ വ്യത്യസ്തമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ എല്ലാവരും ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് അതിൽ നിന്ന് മാറി നിൽക്കുക? അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്റെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കാൻ, എന്റെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാൻ, അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്.
എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് സാമ്പത്തികമായ ബാധ്യതയുണ്ട്. എന്റെ ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ജോലിയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള താൽക്കാലികമായ മോചനത്തിന് വേണ്ടിയാണ് ഞാൻ മദ്യപിക്കുന്നത് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന ആളുകളില്ലേ? ഏതെങ്കിലും ഒരാൾ മദ്യം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്ത് ആ ബിസിനസ്സിൽ ഞാൻ മദ്യം ഉപയോഗിച്ചത് കൊണ്ടാണ് വിജയിച്ചത് എന്ന് പറയുന്ന ആളുകളെ കാണിക്കാൻ കഴിയുമോ? ലഹരി ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാൻ എന്റെ കുടുംബത്തിൽ ഏറ്റവും നല്ല ബന്ധത്തിൽ നിൽക്കുന്നത് എന്ന് പറയാൻ മാതൃകാപരമായി ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും കഴിയുമോ നമുക്ക്? ഞാനൊരു ലഹരി വസ്തുവിന്റെ അടിമയായതുകൊണ്ടാണ് എനിക്ക് മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിയുന്നത് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. എല്ലായിടത്തും തകർച്ച തന്നെയാണ്. പിന്നെ എന്തിനാണ് നമ്മളെ തകർത്ത് കളയുന്ന ഈ വസ്തുവിന്റെ അടിമകളായി നാം മാറുന്നത്? ഇത്തരം വസ്തുക്കളോട് നോ പറയുവാൻ, ലഹരി വസ്തുക്കളോട് നോ പറയാൻ നമുക്ക് സാധിക്കണം. കൂട്ടുകാർ വിളിക്കുമ്പോ ഒരു നിമിഷത്തെ സമയമല്ലേ, ഒരൊറ്റ പ്രാവശ്യമല്ലേ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഇത് എങ്ങനെയാണ് എന്ന് അറിയുവാൻ വേണ്ടി നീ ഒന്ന് രുചിച്ചു നോക്ക് എന്ന് പറയുമ്പോ എനിക്കത് ആവശ്യമില്ല എന്ന് പറയാൻ സഹോദരങ്ങളെ സാധിക്കണം. എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ ഒരൊറ്റ നോ എന്ന വാക്ക് മതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. അല്ല, ഇപ്പൊ ആലോചിക്കുന്നുണ്ടാകും, ഒരൊറ്റ പ്രാവശ്യം ആദ്യത്തെ തവണ ലഹരി വസ്തു ഒന്ന് രുചിക്കാൻ തന്ന സമയത്ത് നോ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ മാതാപിതാക്കളെ, ഉറങ്ങിക്കിടക്കുന്ന മാതാപിതാക്കളെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തുന്ന മക്കൾ ഉണ്ടാകില്ലായിരുന്നു. ലഹരി വസ്തുക്കൾ തരുന്ന സമയത്ത്, ആദ്യ സമയത്ത് ഒന്ന് നോ പറയാൻ ധൈര്യം കാണിച്ചിരുന്നുവെങ്കിൽ അയൽവാസികളെ കുത്തി കൊലപ്പെടുത്തുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ലാതാകുമായിരുന്നു. ലഹരി വസ്തുക്കൾ നമ്മുടെ മുന്നിലേക്ക് നീട്ടുന്ന സമയത്ത് എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോ പറയാൻ സാധിച്ചിരുന്നുവെങ്കിൽ സഹപാഠികളെ കുത്തി കൊലപ്പെടുത്തുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ നാടുകളിൽ ഇല്ലാതിരിക്കുമായിരുന്നു. ഒരൊറ്റ പ്രാവശ്യം നോ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് എത്ര ബന്ധങ്ങൾ സന്തോഷത്തോടു കൂടെ ഉണ്ടാകുമായിരുന്നു, എത്ര വിധവകൾ ഇല്ലാതാകുമായിരുന്നു. സന്തോഷത്തോടുകൂടെ ബന്ധങ്ങളെ ചേർത്തുന്ന ഭാര്യയും ഭർത്താക്കന്മാരും എത്രയുണ്ടാകുമായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇന്ന് വിധവകളായി തീർന്ന എത്ര വിധവകളുടെ കണ്ണീരുകൾ തുടക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഇത്തരം അപകടങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഇത്തരം അപകട കെണികളുമായി ആരെങ്കിലും വന്നാൽ അവരോട് ഇല്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുന്ന തലമുറയായി മാറണം സഹോദരങ്ങളെ നമ്മൾ. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. പറയാൻ കഴിയണം ഞാനൊരു മുസ്ലിമാണ്, അല്ലെ? ഖുർആൻ അതല്ലേ പറഞ്ഞത്? വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഏത് ഘട്ടത്തിലും ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം എന്നാണോ നിങ്ങൾ കാണിക്കാൻ ആരംഭിക്കുന്നത്, ആ ചങ്കൂറ്റം കാണിക്കാൻ തുടങ്ങുമ്പോൾ ഇത്തരം തിന്മകൾ നമ്മളിൽ നിന്ന് പോകും. നമ്മൾ വിചാരിച്ചാൽ മതി, മാനസികമായി തയ്യാറെടുത്താൽ. ഏതെങ്കിലും സുഹൃത്തുക്കൾ ഈ ലഹരിയുടെ അഡിക്റ്റായി മാറിയിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും സുഹൃത്തുക്കൾ മദ്യപാനികളാണ് എങ്കിൽ ആരെയും കാത്തു നിൽക്കേണ്ട, ഞാനിനി ഉപയോഗിക്കില്ല എന്ന് ഒരൊറ്റ തീരുമാനം മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നിന്ന് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്കിനിയും വിരമിക്കാറായില്ലേ എന്ന വചനം ഓതിക്കൊടുക്കുമ്പോ വർഷങ്ങളോളം മദ്യപിച്ചിരുന്ന ആളുകൾ, മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയാതിരുന്ന ആളുകൾ, മദ്യമില്ലാതെ നമസ്കാരത്തിന് പോലും വരാൻ കഴിയാത്ത ആളുകൾ, അതെ ഞങ്ങൾ നിർത്തിയിരിക്കുന്നു എന്ന് ജീവിതം കൊണ്ട് മറുപടി പറഞ്ഞ് മദ്യചഷകങ്ങൾ തച്ചുടച്ചുകൊണ്ട് മദ്യ തെരുവുകളിലൂടെ മദ്യപ്പുഴ ഒഴുക്കിയ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട് എങ്കിൽ, പഠിച്ചിട്ടുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ സ്വയം തീരുമാനിച്ചാൽ ഇത്തരം ഏത് വിഷയങ്ങളാണെങ്കിലും ആ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ്. എത്ര പ്രയാസകരമായ സിറ്റുവേഷൻ ആണെങ്കിലും സാഹചര്യമാണെങ്കിലും അവിടെ മദ്യമുണ്ടോ വേണ്ട എന്ന് പറയാൻ പറ്റണം.
അത്തരം പാർട്ടികളിൽ പങ്കെടുക്കരുത്, അത്തരം ഫംഗ്ഷനുകൾ നമ്മൾ സംഘടിപ്പിക്കരുത്, നമ്മൾ അവിടെ പോകരുത്, നമ്മുടെ മക്കളെ പറഞ്ഞയക്കുകയും ചെയ്യരുത്. എന്ന് മാത്രമല്ല, നമ്മൾ മക്കളുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ പറ്റണം. മക്കള് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട് എന്ന് മറ്റുള്ള ആളുകളോട് പറയുന്നതിന് പകരം മാതാപിതാക്കളോട് വന്ന് ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, എന്നെ രക്ഷിക്കണം എന്ന് പറയുന്നിടത്തേക്ക് ഓപ്പണായി സംസാരിക്കാൻ മാതാപിതാക്കൾക്കും മക്കൾക്കും സാധിക്കണം. ഭീകരന്മാരായ ഉപ്പയും ഉമ്മയുമായി നമ്മൾ മാറരുത്. അവരോട് അടുത്ത് ഇടപഴകാനും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ആവശ്യങ്ങൾ അറിയാനും അങ്ങനെ അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം ഏത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. എൻ്റെ വിദ്യാർത്ഥികളോട്, എൻ്റെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അത് എത്ര വലിയ ആളുകളാണെങ്കിലും ഇസ്ലാമികമായ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരല്ല എങ്കിൽ നമുക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും എന്ന ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മുടെ ബന്ധങ്ങൾ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുസ്ലിമാണ് എന്ന ബോധത്തോടുകൂടെ ജീവിക്കാൻ എന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്, അന്ന് മുതൽ ഇത്തരം ലഹരി വസ്തുക്കളെ നമുക്ക് അകറ്റി നിർത്താൻ കഴിയും. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.